ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രെഡ് വെച്ചിട്ടൊരു പുഡിംഗ് കേക്കാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം. അതുപോലെ മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇതൊന്നും വേണ്ട. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 6 പീസ് ബ്രെഡാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു ഫ്രൈ പാനിൽ 3 പീസ് ബ്രെഡ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ 6 പീസ് നമ്മളിതുപോലെ ചൂടാക്കി എടുക്കുക. ചൂടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബട്ടർ ഒന്നും ആഡ് ചെയ്യേണ്ട, വെറുതെ അതിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി ബ്രൗൺ കളർ ആകുമ്പോൾ എടുക്കാം. പക്ഷേ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകരുത്. ആ സോഫ്റ്റ്നെസ്സോട് കൂടി തന്നെ നമുക്ക് വേണം കേട്ടോ. ഇതിങ്ങനെ ബ്രെഡ് നമ്മൾ ചൂടാക്കി എടുക്കുമ്പോൾ ഒരു നല്ല മണമൊക്കെ കിട്ടില്ലേ, അതാണ് നമുക്കിവിടെ മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഇതിന് നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ബാക്ക് സ്പീഡിൽ ഒരു 2-3 വട്ടം നിർത്തി അടിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഈ ഒരു പാകത്തിൽ അരിഞ്ഞു കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ബ്രെഡ് ക്രംസ് പോലെ നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ഉണ്ടാക്കുന്ന ആ ബ്രെഡ് ക്രംസില്ലേ, അതുപോലെ അല്ല കേട്ടോ. നമുക്ക് ഈ ഒരു പാകത്തിന് സോഫ്റ്റായിട്ട് വേണം. അതുകൊണ്ട് പതുക്കെ നിർത്തി അടിക്കണം. ഇനി 6 പീസ് ബ്രെഡിലോട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3/4 കപ്പ് ഷുഗറാണ്. 3/4 കപ്പ് ഷുഗറിലോട്ട് ഞാൻ ഒരു 2 ഏലക്കായയുടെ കുരുട്ട് കൊടുക്കുന്നുണ്ട്, ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഏലക്കായ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇടണ്ട, ഒഴിവാക്കാം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പൊടിച്ച് വെച്ച് പഞ്ചസാര മാറ്റി വെച്ചിട്ടുണ്ട്, ബ്രെഡും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് നമ്മൾ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ അൺസാൾട്ടഡ് ആണ്, അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള ബട്ടർ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ അത് ആദ്യം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഷുഗർ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് ഈ ബീറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ഒരു ക്രീം പോലെ ആയിട്ട് കിട്ടണം. അന്നേരം ഇത് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബട്ടർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 150 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് നല്ല ക്രീം പോലെ ബീറ്റായി കിട്ടിയതിന് ശേഷം അതിലോട്ട് 2 എഗ്ഗ് ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ടോട്ടൽ ഞാൻ 3 എഗ്ഗാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം 2 എഗ്ഗ് ഒഴിച്ചിട്ട് അതിനെ ബീറ്റ് ചെയ്തെടുക്കും. ബീറ്റർ വെച്ചിട്ടാണ് ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ സ്കാപ്പിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ എഗ്ഗ് ഇടുന്നുണ്ട്. വീണ്ടും 1 എഗ്ഗ് കൂടെ ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതിലേക്ക്. അത് വീണ്ടും ഞാൻ ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അതായത് നല്ല ക്രീം പോലെ നമുക്ക് കിട്ടണം. എല്ലാ ഭാഗവും നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടുകയും വേണം. ഇനി നമ്മൾ ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ഞാൻ ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് വീണ്ടും സ്കാപ്പിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നല്ല സോഫ്റ്റ് ക്രീമായിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസ് ആഡ് ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഏലക്കായ, അല്ലെങ്കിൽ ഏലക്കായ വേണ്ടാത്തവർക്ക് ഇവിടെ വേണമെങ്കിൽ വാനില എസൻസ് ആയാലും ആഡ് ചെയ്താൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ചായിട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, കുറച്ചായിട്ട് ഇട്ട് നന്നായിട്ട് മിക്സാക്കി എല്ലാ ഭാഗവും മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസി അല്ല, എന്നാൽ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ പോലെ ഭയങ്കരമായിട്ട് എന്താ പറയുക ലൂസ് പോലും അല്ല. അപ്പോൾ നമ്മളിത് കുറച്ച് തിക്കായിട്ടാവും കിട്ടുക. പക്ഷെ ഭയങ്കര തിക്കായി കഴിഞ്ഞാൽ കുറച്ച് മിൽക്ക് അങ്ങനെ ആഡ് ചെയ്തോളൂ, കുറച്ച് മാത്രം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇത് കൺസിസ്റ്റൻസി ഓക്കെ ആയിരുന്നു. ഞാൻ ഈ ആഡ് ചെയ്തിട്ടുള്ള 150 ഗ്രാം ബട്ടറും പിന്നെ 3 എഗ്ഗും വെച്ചപ്പോൾ എൻ്റെ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തിന് നമുക്കിത് വേണ്ട. ഇനി നമ്മളിതിനെ ഞാനൊരു കേക്ക് ടിന്നിലോട്ടാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം പരന്നിട്ടുള്ളൊരു കേക്ക് ടിന്നാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ച് തിക്കായിട്ട്, അതായത് കേക്കിൻ്റെ ആ ഒരു സ്പഞ്ച് ഉണ്ടല്ലോ ഹൈറ്റിൽ വരുന്നത്, അങ്ങനത്തെ ഹൈറ്റിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ചെറിയ ബൗളോ അല്ലെങ്കിൽ ഒരു 5 ഇഞ്ചിൻ്റെയോ 7 ഇഞ്ചിൻ്റെയോ ഒക്കെ ടിന്നെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് വലുതാണ്. അപ്പോൾ 2 kg ആണ്. അപ്പോൾ ഇതിൽ ഞാൻ നന്നായിട്ട് പരത്തിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഈ ബാറ്റർ ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു തിക്നെസ്സോട് കൂടിയിട്ട് ഞാൻ പരത്തി കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതിൻ്റെ മീതെ ഞാൻ ബദാമും അതുപോലെ തന്നെ പിസ്തയും ക്രഷ് ചെയ്തത് അത് ജസ്റ്റ് ഒന്നൊരു ഡെക്കറേഷൻ പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ കേക്ക് റെഡി ആയി കഴിയുമ്പോണ്ടല്ലോ ഇതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഇനി നമുക്കിത് നന്നായിട്ട് തട്ടി കൊടുത്തിട്ട് ഓവനിൽ വെക്കാം. ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത് ഓവനിലാണ്. അപ്പോൾ ഓവനിൽ ഞാൻ ഇത് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. അതിന് ശേഷം ഞാൻ 200-ൽ 20 മിനിറ്റ്സാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ബ്രൗൺ കളറായിട്ട് സൈഡിലൊക്കെ വന്നു. അതിന് ശേഷമാണ് പിന്നെ നടുഭാഗം ഇത്തിരി സമയമെടുക്കും. പിന്നെ എൻ്റെ ഇത് കട്ടി കുറവായതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ടി കൂടുതലാകുമ്പോൾ അതിനനുസരിച്ച് സമയമെടുക്കും. ഇനി ഇത് നിങ്ങൾക്ക് ഓവൻ തന്നെ വേണമെന്നില്ല, ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടായാലും ഓവൻ സെറ്റപ്പിൽ ചെയ്യാം. അപ്പോൾ അതിനൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഇത് നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കുക.
ഇറക്കി വെച്ച് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 25 to 30 മിനിറ്റ്സ്. അപ്പോൾ അതും നിങ്ങളൊരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങുന്നുണ്ടോയെന്ന്. കാരണം ബ്രെഡൊക്കെയാണ്, അപ്പോൾ അധികം പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താ പറയുക, കുറച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ അതായത് സൈഡൊക്കെ ബ്രൗൺ കളർ വന്നു കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് കൂടെ വെച്ചാൽ മതി. അപ്പോൾ സെൻറ്ററൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബ്രെഡ് പുഡിംഗ് കേക്ക്. നല്ല അടിപൊളി കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ് ചെയ്തെടുക്കാൻ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.